2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BDJS, ഭാരതീയ ധർമ്മജന സംഘം, ധർമ്മജന സേന എന്നൊക്കെയാണ് അവർ പൊതുവെ അറിയപ്പെടുന്നത്. ആ പാർട്ടി NDAയിലെ ഒരു പ്രധാന ഘടകകക്ഷിയുമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനമൊന്നും സൃഷ്ടിക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവോടുകൂടി BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഈ BDJSൻ്റെ പ്രവർത്തനവും അതിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. NDA കൂടുതൽ വിപുലീകരിക്കപ്പെടും, കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ NDAയിൽ ചേരും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്താണ് സാർ ഇപ്പോഴത്തെ ഒരവസ്ഥ? NDAയുടെ ഈ മുന്നണിയിലെ ഘടകകക്ഷികളുടെ എണ്ണം കൂടുമോ? BDJSൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുമോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? അത് BDJS എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഓർമ്മ വരുന്നത്, അല്ലേ? അതെ, അതാണ് ഓർമ്മിക്കാനുള്ളത്. ഇത് NDAയിൽ ആദ്യം മുതൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ചിലരൊക്കെ വിചാരിച്ചു ഇത് NDA വിട്ട് പോകും, LDFിലേക്ക് വരെ വരുന്നു എന്നൊരു ഇടയ്ക്ക് അങ്ങനെ ഒരു പിന്നാമ്പുറ വർത്തമാനമൊക്കെ ആരൊക്കെയോ നടത്തി. ഈ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരിക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വന്നതിൻ്റെയൊക്കെ കാര്യം തന്നെ എന്താണ്? മുന്നണി വിപുലീകരണവുമുണ്ട്. BJPയെ ശക്തിപ്പെടുത്തുക, മുന്നണി വിപുലീകരിക്കണം. അതിലെ ഒരു പ്രധാന കക്ഷി തന്നെ കേരളത്തിൽ ഒരു മുന്നണി രാഷ്ട്രീയത്തിനാണ് വലിയ പ്രസക്തി. LDF, UDF എന്ന രണ്ട് ധ്രുവങ്ങളിലായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ചേക്കേറിയിരിക്കുകയാണ്. ഒന്നുകിൽ LDFൻ്റെ കൂടെ അല്ലെങ്കിൽ UDFൻ്റെ കൂടെ. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് കേരളത്തിൽ സങ്കല്പിക്കാനേ കഴിയില്ല. ഇപ്പോഴത്തെ BJP വാസ്തവത്തിൽ അങ്ങനൊരു ദൗത്യവുമായിട്ട് വന്ന് ഒരു ചെറിയ ശതമാനം വോട്ടിൽ തുടങ്ങി ഇപ്പോൾ അത് ഏതാണ്ട് 20% വോട്ടിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷേ BJPയും ഈ 2016 അല്ലെങ്കിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വല നെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ഇവരൊന്നുകൂടെ ശക്തമാക്കണം. BDJSനൊക്കെ അർഹിക്കുന്ന പ്രാധാന്യം ഒന്നുകൂടി കൊടുക്കണം. കാരണം എങ്കിലേ ഇവിടെ ഈ മുന്നണി ശക്തിപ്പെടുകയുള്ളൂ. അതെ, അല്ലാതെ BJP മാത്രമായിട്ട് അങ്ങോട്ട് പോയാൽ കാര്യം. ഈ മറ്റ് മുന്നണികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കടന്നു വരണമെങ്കിലും ഇവിടെ അത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി, സാമുദായിക സമവാക്യങ്ങളൊക്കെ അനുസരിച്ച്. ഇപ്പോൾ KPCC പ്രസിഡന്റിനെ കണ്ടെത്തുന്നത് സാമുദായിക സമുദലനം പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതിപ്പം ഏത് സമുദായത്തിൽ നിന്ന് വേണമെന്നുള്ളതിലാണ് ഇപ്പോൾ വലിയ കലഹമായിട്ട് നിൽക്കുന്നത്. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഇല്ലാതായി പോകുമല്ലോ എന്നുള്ളതുകൊണ്ട് ആ വിഭാഗത്തിലുള്ള വോട്ട് പോകുമല്ലോ എന്ന് കരുതുകയാണ്. അപ്പോൾ BDJSനെ പോലുള്ള ഒന്നിനെ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഇപ്പോൾ തുഷാറിനൊക്കെ ഒന്നുകൂടെ ചില സ്ഥാനമാനങ്ങളിൽ എത്തേണ്ട സമയം തന്നെ കഴിഞ്ഞു. നേരത്തെ തന്നെ അത് കൊടുക്കേണ്ടതായിരുന്നു. പലയിടങ്ങളിലും മത്സരിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കോട്ടയത്ത് മത്സരിച്ച് ഏതാണ്ട് 2 ലക്ഷത്തിന് വോട്ട് നേടി അദ്ദേഹം കഴിവൊക്കെ തെളിയിച്ചു വരികയാണ്. അതെ, അപ്പോൾ ഇതൊരു സമുദായത്തിന്റെ പിൻബലം അതിനകത്ത് അതൊരു ഘടകമാണ്. നന്നായിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചില നീക്കങ്ങളെ LDF അതിശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പ്രധാനമായിട്ട് അവർക്ക് ചോദിച്ചത് വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടതിലാണ്. അത് മുഖ്യമന്ത്രിയുടെ മരുമകനാണ് അത് ഏറെ അസ്വസ്ഥനാക്കിയെന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖറെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ തന്നെ കൃത്യമായ മറുപടി, അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണം നടന്നു. പക്ഷെ അത് പഴയതുപോലെ വിജയിച്ചില്ല. അത് നടക്കത്തുമില്ല. കാര്യം BDJS ഒക്കെ അതിന് വളരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്ത് വന്നു. അതുകൊണ്ടാണ് ഇപ്പം തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ അപകീർത്തിപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ തക്ക മറുപടി തന്നിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ ഒരു സഖ്യത്തിലേക്ക് ഇനിയും ഇവർ പോകും. NDA മുന്നണി പോകുമെന്നുള്ളതാണ്. കാരണം UDF ഒക്കെ ഇനിയിപ്പം ശിഥിലമായി വരികുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ് ദുർബലമാകുമ്പോൾ ഘടകകക്ഷികളൊക്കെ തന്നെ
മറ്റ് മുന്നണികളിലേക്ക് ചേക്കേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് LDFിലേക്കാകാം, അത് അന്നേരത്തെ സാഹചര്യം നോക്കി ഏത് മുന്നണിയാണ് അടുത്ത ഇവിടെ ശക്തിപ്പെടാൻ നോക്കുന്നത്. ഇപ്പോൾ 2021 ജോസ് കെ മാണി പോയില്ലേ? അത് വളരെ സേഫായിട്ടുള്ള ഇടം നോക്കി പോയതാണ്. ജോസ് കെ മാണിക്കും അറിയാമായിരുന്നു അവിടെ പോയാലും വലിയ ആധിപത്യമൊന്നും അവിടെ സ്ഥാപിക്കാൻ പറ്റത്തില്ല. കാരണം LDF CPM കളിയൊന്നും നടക്കത്തില്ല. എന്നാലും ഉള്ളതാകട്ടെ, ഒന്നുമില്ലാതിരിക്കുന്നതിലും ഭേദം എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് അവിടെ പോയതാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അതെ. ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക് വരാനുള്ള നീക്കമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊന്നും നടന്നു ശക്തമായിട്ട്. പക്ഷേ ലീഗാണ് അതിന് മുൻകൈ എടുത്തത്. ലീഗാണ്. കാരണം ലീഗിനാണ് ഭരണം അത്യാവശ്യം. പക്ഷേ ഇപ്പോൾ നയഞ്ഞു നിൽക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഒരല്പം ഇമേജിന് ദോഷം സംഭവിച്ചിരിക്കുകയാണ്. അത് കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് നിലമ്പൂർ റിസൾട്ട് അതിനെ ബാധിക്കുന്നതായാലും, നിലമ്പൂരിൽ കോൺഗ്രസ്സിന് ഒരു വലിയ വിജയമുണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ കാറ്റ് മാറി ഒരു UDF തരംഗം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ എന്തായാലും BJP നിർണായക ഘടകമാകും, നിർണായക ശക്തിയാകും, വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും, സീറ്റ് കൂട്ടുകയും സീറ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും നിയമസഭയിലായാലും അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ് ഇവർ ഏറ്റവും പ്രധാനമായിട്ട് അവർ എടുക്കേണ്ടത്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികൾക്കൊക്കെ അതൃപ്തരാകും. ലീഗ് അതൃപ്തരാണ്. അതെ. അതുപോലെ തന്നെ മറ്റുള്ളവരുണ്ട്. കേരള കോൺഗ്രസ് 1-2 വിഭാഗമുണ്ട്. ജേക്കബ് ഉണ്ട്. ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ഒക്കെ വേണേൽ NDAയിലേക്ക് പോരും. കേരള കോൺഗ്രസ് എല്ലാത്തിനെയും എൻ്റെ അഭിപ്രായത്തിൽ NDA മുന്നണിയിൽ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ക്രൈസ്തവർ കുറച്ച് BJPയോട് അനുഭാവത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ട് മുനമ്പം ഇഷ്യൂ ഒക്കെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. പിന്നെ പ്രധാനമന്ത്രിയും ബിഷപ്പുമാരുമായുള്ളൊരു കൂടിക്കാഴ്ചയൊക്കെ നടക്കുന്നു. ക്രിസ്മസ് വിരുന്ന്, ഈസ്റ്റർ വിരുന്ന്, ഇവിടങ്ങളിലൊക്കെ സുരേഷ് ഗോപിയും ഇവരെല്ലാവരും എത്തുന്നു. ജോർജ് കുര്യനെ മന്ത്രിയാക്കി. ജോർജ് കുര്യൻ്റെ മന്ത്രി, ജോർജ് കുര്യൻ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഇടപെടൽ, ഇതൊക്കെ വലിയ സ്വാധീനമുണ്ടാക്കും. അപ്പോൾ കേരള കോൺഗ്രസിനെ മുഴുവൻ ഈ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും മാണിയും ജോസഫുമാണല്ലോ പ്രധാനികൾ. ബാക്കി എല്ലാവരും ഒറ്റയാൾ പട്ടാളമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് അങ്ങനെ വരുന്ന ഒരു സാഹചര്യം അത്ര വിദൂരമൊന്നുമല്ല. അത് നമുക്ക് എന്തായാലും കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ഘടകകക്ഷികളൊക്കെ ഇങ്ങനെ NDAയിലേക്ക് ചേക്കേറുന്നത്. അപ്പോൾ ഇപ്പോൾ അത് തുഷാർ വെള്ളാപ്പള്ളി കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. കേരളത്തിൽ ഇനിയും സ്ഥിതി അത് പറയുകയും ചെയ്യുന്നുണ്ട് തുഷാർ. ഇനി BJPയുടെ ഒരു കാലത്തിലേക്കാണ് കാര്യങ്ങൾ, NDAയിലൂടെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ എന്തായാലും ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിരിക്കും ഈ BDJSന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും പരിശ്രമവും. അവർ CPMന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ്. ആ ഈഴവ സമുദായത്തെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് NDAയിലേക്ക് എത്തിക്കുക, ആ വോട്ട് ബാങ്കിനെ NDAയിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് തുഷാർ വെള്ളാപ്പള്ളി മുന്നിൽ വച്ചിരിക്കുന്നത്.